ഹായ് ഗുഡ് മോർണിംഗ്. സലൂണിലിരിക്കുകയാണ്. രാവിലെ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് കസ്റ്റമർ ഒന്നുമില്ല. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കസ്റ്റമർ കുറവാണ്. ഈ മഴയുടെ വാറിൻ്റെ ഒരു ഇത് കഴിഞ്ഞിട്ട് ഭയങ്കര കസ്റ്റമർ കുറവാണ്. അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ ഇത് കഴിഞ്ഞിട്ട് ഒന്ന് ഓക്കെ ആയി വന്നതാണ് ഇത് ടൈമിലോട്ട്. പിന്നെ അപ്പോഴാണ് ഈ റെയിൻ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഈവനിങ് മാത്രം ആണ് ഇപ്പം കസ്റ്റമർ വരുന്നത്. അല്ലെങ്കിൽ സൺഡേ ഒക്കെ നമുക്ക് നല്ല കസ്റ്റമർ വരേണ്ടതാണ്. സോ അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു. ഫേസ്ബുക്ക് ഒന്നും തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മൾ ഈ വെറുതെ ഇരിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ എൻ്റർടൈൻമെൻറ്റ് ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഇതൊക്കെയാണ്. ഫേസ്ബുക്ക് തുറന്നാൽ രേണുസുധിയുടെ ഒരു ഇത് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ചേച്ചിയുടെ മോളെ വിളിക്കുന്ന രണസുന എന്നാണ്. അവൾ ഭയങ്കര മെലിഞ്ഞിട്ടാണ്. അപ്പോൾ അതിനെ അവളെ കളിയാക്കുന്നത് രണസുന എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് അവരുടെ പേര് എപ്പം പറഞ്ഞാലും എനിക്ക് അതേ വായു വരുള്ളൂ. അപ്പോൾ ആ പെണ്ണുപിള്ളയുടെ അവരുടെ വീഡിയോസ് ആണ് കുറെ ചാനൽ ഇന്റർവ്യൂസ് കൊടുക്കുന്നതും. കുറെ അമ്മമാർ അവിടെ എവിടെ പോകുന്നവർ എന്ത് തിന്നു എന്ത് കുടിച്ചു. ഈ ഇന്റർവ്യൂ എടുക്കുന്ന ആൾക്കാർ ഇവര് മറ്റേ കേരളത്തിൽ ഏറ്റവും വലിയ കാര്യമൊന്നും ചെയ്തിട്ടൊന്നും ഇല്ല, അല്ലെങ്കിൽ ഏറ്റവും വലിയ സെലിബ്രിറ്റി അല്ലല്ലോ. ഇത് നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ട് വന്ന ഒരാളാണ് എല്ലാത്തിനും. ഇപ്പൊ പ്രോസ്റ്റിറ്റ്യൂട്ട് മുതൽ എനിക്കറിയില്ല ഇന്റർവ്യൂ എടുത്ത് ഇത് എന്താണ് മനുഷ്യൻ ഇൻസ്റ്റായും ഫേസ്ബുക്കും ഒന്നും തുറക്കാൻ പറ്റാത്ത ഇതാണ്. ഇവരുടെയൊക്കെ ഇന്റർവ്യൂ എടുക്കുന്നുണ്ട് എന്ത് നല്ലതാണ് നടക്കുന്നത്? ആർക്ക് എന്ത് പ്രയോജനം? അവരുടെ നെഗറ്റീവും പോസിറ്റീവും പറഞ്ഞിട്ട് ആർക്കാണ് പ്രയോജനം? കുറെ വെറുതെ ഇരിക്കുന്നവർ അവരെ എടുത്തിട്ട് ട്രോളും. അപ്പൊ പിന്നെ അവരിരുന്ന് വളരും. അവർക്ക് എന്താ പറയുന്നത്? എന്തൊക്കെ പറഞ്ഞാലും ആ സ്ത്രീക്ക് ഒരു പ്രശ്നവും ഇല്ലെന്ന് എനിക്ക് മനസ്സിലാക്കി. തമ്മനെയാന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നടക്കുന്നതാണ്. എനിക്കത് കാണുമ്പോഴേ ഇപ്പം ഭയങ്കര ഇറിറ്റേഷൻ ആവുന്നുണ്ട്. ഇന്ന് രാവിലെ എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചെന്നോട് കരയുന്ന ഒരു ഇത് ഞാൻ ചോദിച്ചു എന്താ സംഭവം? എന്തോ അവൻ്റെ കൊച്ചെന്തോ പറഞ്ഞത്. അവരുടെ ഫാമിലിക്കാരെ എന്ത് വേണേലും പറയും. നമ്മളധികം മൈൻഡ് ചെയ്തിരുന്നാൽ മതി. ആക്ച്വലി ഇത് അങ്ങോട്ട് ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ സോക്കേട് അങ്ങോട്ട് തീരും. ഇതുപോലും മെനെ കിട്ടും. ഒരു വല്ലാത്തൊരു സ്ത്രീയാണ്. അവർക്ക് എന്ത് പറഞ്ഞാലും എനിക്കൊരു മൈൻഡില്ലെന്ന് പറഞ്ഞ് നടക്കുന്ന ആളാണ്. ശരിയാണ്, അവരെ സംബന്ധിച്ച് നിങ്ങൾ എത്ര നെഗറ്റീവ് പറയുന്നു. ഇപ്പൊ ഞാനാണെങ്കിൽ നിങ്ങളെ അവരെ നെഗറ്റീവ് പറയുന്നു. അവരതിനൊത്തിരി അവർ ലോകം ഈ വാറിന്റെ ഇടയിൽ ദുബായ് വന്നിട്ട് പോയ സ്ത്രീയാണ്. പോയോന്ന് എനിക്കറിയില്ല. വന്നെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ കണ്ടു. ഇത് ഡാൻസ് ഒക്കെ കഴിയുന്നത്. സോ പുള്ളിക്കാരൻ എന്തോ ഐശ്വര്യ കഴിഞ്ഞ് തൊട്ടപ്പുറത്തെ സ്ഥാനമുള്ള പുള്ളിയാണെന്ന പുള്ളിക്കാരുടെ വിചാരം. വാട്ടവർ, അതെന്തേലും ആയിക്കോട്ടെ. ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ ചാനലുകാരാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ ഏറ്റവും കൂടുതൽ ബൂസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരുന്നത്. അയ്യോ, ചില ഇന്റർവ്യൂസ് ഒക്കെ ചെയ്യുന്നവന്മാരെ കാരണം അടിച്ച് പൊട്ടിക്കാൻ തോന്നും. അവന്മാർ ഒരു ക്വസ്റ്റ്യൻ കേൾക്കണം. ഇവിടെ വിജി എന്ന് പറഞ്ഞിട്ട് ഒരു ലേഡി ദുബായിലുള്ളതാണ്. അവർ നാട്ടിൽ പോയി അയ്യോ അവരെ ഇന്റർവ്യൂ ചെയ്ത് അവൻ ചോദിക്കുന്ന ചോദ്യം അവന്റെ പിറ്റിയുടെ അടുത്ത് വെച്ച് ഒരയ്ക്കാൻ തോന്നുന്ന പോലത്തെ ചോദ്യമൊക്കെ അവൻ ചോദിക്കുന്നത്. ആ സ്ത്രീയും ഓക്കെ, അവർക്കത് പറയാതിരിക്കാം, പക്ഷെ അതിനുള്ള ബുദ്ധി അതിനില്ലെന്ന് തോന്നുന്നു. അവരൊരു പാവമാണെന്ന് തോന്നുന്നു. ആ ഇന്റർവ്യൂ കാണുമ്പോൾ എനിക്കതാ തോന്നിയത്. അവനൊരു കുത്തി അതാ ഓരോ ഇന്റർവ്യൂമാർ ഓരോന്ന് ചോദിക്കുന്നത്. ഒന്നേ ഇന്റർവ്യൂ ചെയ്യുന്നവന്മാർക്കുള്ള ഒരു ക്വാളിറ്റി വേണം. ഇതുകൊണ്ട് എന്താണ് സമൂഹത്തിന് അവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? പണ്ടത്തെയൊക്കെ ഇന്റർവ്യൂസ് ഒക്കെ ഓരോ ആൾക്കാർ ചെയ്യുന്നത് നമുക്ക്, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ജീവിതത്തിൽ അച്ചീവ് ചെയ്തവരായിരിക്കണം. ഇതിപ്പോ എന്ന് വെച്ചാൽ ഇതിപ്പോ ഒരാൾക്ക് ഈ തൊഴിലോട്ട് ഇറങ്ങാൻ ആൾക്കാർ പ്രചോദനം കൊടുക്കുന്ന പോലെ ഓരോ ഇന്റർവ്യൂസ്. കാരണം ഇങ്ങനെ ചെയ്താലും ഒരു സെലിബ്രിറ്റിയാണ്. നാളെ ഞാൻ ഈ വേഷം മാറിയിട്ട് ഒരു ആണിന്റെ കൂടെ വേഷം കെട്ടി എന്നാലും ഞാനും സെലിബ്രിറ്റിയാണ്. ആ ഒരു കാഴ്ചപ്പാടായെന്ന് തോന്നി ഇപ്പൊ നാട്ടിലൊക്കെ. എനിക്ക് മനസ്സിലാകുന്നില്ല നാട് ഇത് എങ്ങോട്ടാ പോകുന്നതെന്ന്. ഇപ്പൊ ആരെയും കുത്തിക്കൊല്ലുന്നവനും സെലിബ്രിറ്റിയാ, മുഖത്ത് ആശം ഒഴിക്കുന്നവനും സെലിബ്രിറ്റിയാ. നല്ലത് ചെയ്യുന്ന എത്രയോ പേരുണ്ട്, അവരെയൊന്നും ആരും പൊന്തിച്ചു വരില്ല. എത്രയോ പാവങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഒരു മനുഷ്യർ പോലും അറിയാറ് കൂടിയില്ല. ഇത് ആരുടെ കൂടെ പോയി, എങ്ങോട്ട് പോയി, ഇതൊക്കെ ചോദിച്ചോണ്ട് ചെല്ലുന്ന ക്വസ്റ്റ്യനുകൾ കേൾക്കണം. ഒരു ഉളുപ്പില്ലേന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, വിനു പറഞ്ഞു നിനക്ക് വേറെ പണിയില്ല, നീ ഇങ്ങനൊന്നും ചോദിക്കാൻ നിൽക്കരുതെന്ന്. മീൻസ് ഇതിനെക്കുറിച്ച് പറയാൻ നിൽക്കുന്നത്. പക്ഷെ നമുക്ക് ചെറുതൊക്കെ കാണുമ്പോൾ ചൊറിഞ്ഞു. ഇപ്പോഴത്തെ ജനറേഷനിൽ എല്ലാ കുട്ടികളും, ചെറിയ കുട്ടികളും മുതൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എല്ലാം അവരുടെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ അവർക്ക് സത്യത്തിൽ ഒരു തെറ്റായ ഒരു ഇതാണ് കൊടുക്കുന്നത്. എന്ത് ചെയ്താലും കുഴപ്പമില്ല, ഞങ്ങൾ ഏത് പണിയെടുത്താലും ഞങ്ങൾ സെലിബ്രിറ്റിയാന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഇനിയും വരുന്ന ഒരു ജനറേഷനൊക്കെ എങ്ങോട്ട് പോകുന്ന തന്നെ നമുക്കറിയില്ല. ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നാണെന്നൊന്നും മനുഷ്യൻ ഇത്രയേ അധപ്പതിച്ചു പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ എന്ന് വെച്ചാൽ അങ്ങനെയൊന്നും ഇല്ല. എൻ്റെയൊക്കെ ചെറുതിലും ഇച്ചിരി ശ്രേണതയുള്ള മനുഷ്യരൊക്കെ ഉണ്ടായിരുന്നു. അവരെ ഉടനെ പെൺവേഷം ഒന്നും കെട്ടി ഒന്നും നടന്നിട്ടൊന്നുമില്ല. നമ്മുടെയൊക്കെ അടുത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പം എന്ന് വെച്ചാൽ ഇപ്പം ആൾക്കാർക്കൊരു ഇതായിപ്പോയി. ചെറിയ എന്തെങ്കിലും ഉണ്ട്. അപ്പൊ ശ്രേണത ഇല്ലേലും ഞാനിപ്പോ ചിന്തിക്കും, ഇത്രയും മനുഷ്യർക്ക് ഇങ്ങനത്തെ പ്രശ്നമുണ്ട്, ഇത് സത്യം തന്നെയാണ്, ചുമ്മാ വേഷം കിട്ടുമെന്ന് തന്നെ ചിന്തിക്കും. ഇത് അതേപോലെ ഇപ്പൊ കേരളം, എനിക്കൊന്ന് കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇത് നടക്കുന്നുള്ളെന്ന് എനിക്ക് മനസ്സിലാക്കാം. കാരണം കേരളത്തിൽ അവർ സെലിബ്രിറ്റീസ് ആണ്, അതുകൊണ്ടാണ് അത് നടക്കുന്നത്.
അയ്യോ ഇപ്പൊ എന്ന് വെച്ചാൽ നമ്മുടെ എന്റർടൈൻമെന്റിന് വേണ്ടിയായിരിക്കും നമ്മുടെ ജോലി നമ്മൾ ഒരു വെറുതെ ഇരിക്കുമ്പോൾ ടൈം പാസിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ സമയം പോകാൻ വേണ്ടിയാണ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ. ഇപ്പൊ അതുപോലും കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. നല്ലതൊന്നുമില്ല. ഇപ്പൊ ഞാൻ അതുകൊണ്ട് എപ്പോഴും യൂട്യൂബിൽ നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ സഫാരി ചാനൽ അല്ലെങ്കിൽ നമ്മുടെ ഹിസ്റ്ററി അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ ആക്ച്വലി ഇപ്പൊ അതൊക്കെയാണ് കാണുന്നത്. കാരണം ആ തമാശ രീതിയിലുള്ള കാണുന്ന ഒരു സാധനങ്ങൾ ഇപ്പൊ ഫേസ്ബുക്കിലൊന്നും വരാറില്ല. ഇപ്പൊ ആൾക്കാരെ കുറ്റം പറഞ്ഞുകൊണ്ട് തെറി വിളിച്ചുകൊണ്ടും എന്താ പറയുന്ന ഒരാൾ പറഞ്ഞോടും അവരെ എടുത്തിട്ട് വേറൊരാൾ അത് വെച്ചിട്ടൊരു വീഡിയോ. അപ്പം കൂടെ അറിയുന്നില്ല അവര് വളർന്നുകൊണ്ടിരിക്കുന്നു, അവർക്ക് കാശ് വാങ്ങാനായിരിക്കും വാട്ടവർ. പക്ഷെ അപ്പൊ എന്താ വെച്ചാൽ കാണാത്ത കുട്ടികളും എടുത്ത് ആ വീഡിയോ ഒന്ന് കാണാം, അതെന്താ സംഭവം എന്ന് വിചാരിക്കും. അതുപോലെ ചില ഇന്റർവ്യൂസ് ആണ് നമുക്ക് സഹിക്കാൻ പറ്റുന്നത്. ഇന്റർവ്യൂ ചെയ്യുന്നവന്മാരുടെ ക്വാളിറ്റി എന്താണ്, വായി തോന്നിയ ദിവസം മൊത്തം പറയും. അതാണ് ക്വസ്റ്റ്യൻസ്. എങ്ങനായിരുന്നു അയ്യോ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എനിക്ക് പറയാൻ ചമ്മല, അല്ലെങ്കിൽ പച്ചയ്ക്ക് ഞാൻ പറഞ്ഞേനെ. അതെ അവർക്കൊരു ചമ്മലും ഇല്ല, അവരുടെ അമ്മയും അപ്പനും ഇത് കാണുന്നില്ലേ? അങ്ങനെ ചിന്തിക്കണ്ടേ?